നഷ്ടപ്പെട്ടു പോയെന്ന് വിചാരിച്ച എന്റെ 2 പവന്റെ മാലയാണ് ഈ ചേച്ചിമാര് കാരണം എനിക്ക് തിരിച്ചു കിട്ടിയത്. ഒരുപാട് തപ്പിയിട്ടുണ്ടായിരുന്നു. എന്റെ വീട് തിരുവല്ലയാണ്. അപ്പൊ ഇടയ്ക്ക് അങ്ങോട്ട് പോകും, പിന്നെ ഇങ്ങോട്ട് വരുന്നതിന്റെ ഇടയ്ക്ക് ഇനി എവിടാ പോയതെന്ന് അറിയില്ലായിരുന്നു. ഇനി വീട്ടിലാണോ ഇവിടാണോന്നോ ഒന്നും അറിയാതിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. കുറെ അന്വേഷിച്ചു, പിന്നെ അതിനെപ്പറ്റി അങ്ങ് വിട്ടിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ഇവര് പ്ലാസ്റ്റിക് കുറച്ചായിരുന്നു. അപ്പം പോയി എന്നാണ് വിചാരിച്ചത്. അങ്ങനെ വിചാരിച്ചിരിക്കുവായിരുന്നു. കാണാൻ സ്വർണ്ണമല്ലേ, പോയി കഴിയുമ്പോ എന്തായാലും വഴക്ക് കിട്ടുമല്ലോ. അപ്പൊ അങ്ങനെ കുഞ്ഞിന്റെ ആയിരുന്നു. അപ്പൊ കുഞ്ഞിനെ ഇടിച്ചുകൊണ്ടിരുന്ന മാലയാ. അപ്പം ആദ്യത്തെ കുഞ്ഞിന്റെ ആയിരുന്നു. അപ്പൊ കുഞ്ഞിന് രണ്ടാമത് ആൾ വന്നപ്പോ അദ്ദേഹത്തിന് ഇടാൻ വേണ്ടിയിട്ടാണ് നമ്മള് മാല നോക്കിയപ്പോ മാല കാണുന്നില്ല. അങ്ങനെ കുറെ തപ്പി അങ്ങനെ വിചാരിച്ചു 2 പവൻ ഉണ്ടായിരുന്നു. അത് കാണാതെ പോയെന്നാ വിചാരിച്ചിരുന്നത്. അപ്പോഴാണ് ഒരു ദിവസം നമ്മൾ സാധാരണ ഇവര് വരുന്ന പോലെ തന്നെ വന്നു. നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വേസ്റ്റ് എല്ലാം കൊടുത്തു. അപ്പം നല്ല മഴയുള്ളൊരു ദിവസമായിരുന്നു. അപ്പൊ അവരവിടെ നമ്മുടെ കാർപോർട്സിൽ നിന്ന് അവരെടുത്തത് ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കുറെ ഇതുപോലെ നോർമൽ പ്ലാസ്റ്റിക് കവറല്ല, നമ്മളെ വീട്ടിലെ ഇതുപോലെ വേസ്റ്റ് വരുന്നതെല്ലാം നമ്മൾ പെറുക്കി വെക്കുമല്ലോ. ഇതുപോലെ കുറെ കവറുകൾ നമുക്ക് ഉണ്ടാവുമല്ലോ വേസ്റ്റ് ആയിട്ട്. അപ്പം അതിനകത്ത് എങ്ങനെയോ അകപ്പെട്ട് പോയതാണ്. അതെല്ലാം നമ്മൾ ഒരുമിച്ച് കൂട്ടി വെക്കുമല്ലോ ഇവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു ദിവസം ഇവര് വന്ന് എല്ലാം സെപ്പറേറ്റ് ചെയ്യുന്നതിന്റെ ഇടയിലാണ് ഇവരുടെ കയ്യിൽ അത് പെട്ടത്. അപ്പൊ തന്നെ അവര് വിളിച്ചു. ഞാൻ മോന്റെ കൂടെ അകത്തായിരുന്നു. അപ്പൊ അച്ഛനായിരുന്നു വെളിയിൽ ഇരുന്നിരുന്നത്. അപ്പൊ പെട്ടെന്ന് തന്നെ എന്നെ വിളിച്ചു. ഇങ്ങനെ ഒരു സാധനം കളഞ്ഞു കിട്ടിയിട്ടുണ്ട്, സ്വർണ്ണമാണോ നോക്കാൻ വേണ്ടിയിട്ട് വിളിച്ചു. പെട്ടെന്ന് കണ്ടപ്പോ ഞാനും ഷോക്കായി പോയി. അയ്യോ, ഇത് അന്ന് പോയ മാലയാണല്ലോ എന്ന് പെട്ടെന്ന് എനിക്ക് ആദ്യം മൈൻഡിൽ വന്നില്ല. പിന്നാണ് എനിക്കും അത് ക്ലിക്ക് ആയത്. അത് ആ മാലയാണല്ലോ എന്ന്. ഒരുപാട് സന്തോഷമായി. രണ്ടുപേരോടും അങ്ങനെ വിചാരിച്ചിരുന്നതാ. അതെ, 2 ചേച്ചിമാരും. അതെ, പിന്നെ ഒരിക്കലും ഇല്ല. ഇതാണോ മാല? ഇല്ലയോ? ഇതാണ് ആ മാല. ഞങ്ങള് പ്ലാസ്റ്റിക് പറക്കിക്കൊണ്ടിരുന്ന സമയത്ത് കുറച്ചെല്ലാം ഞങ്ങൾ പറക്കി മാറ്റി ഒതുക്കാറായി. അതിനാണ് ഈ ഒരു മാല കിട്ടി. ആ മാല അന്നേരം ഞങ്ങൾ ചോദിച്ചു, സാറേ ഇത് ഇവിടുന്ന് കിട്ടിയതാണ്. കവറിനകത്ത് പ്ലാസ്റ്റിക് കവറുകളെല്ലാം ഉണ്ടായിരുന്നു. ഒരു കവറിനകത്ത് ആക്കി വെച്ചിരുന്നത്. അതെ, സ്വർണ്ണമാണെന്ന് തോന്നിയോ കണ്ടപ്പോ? സ്വർണ്ണം ആണ്, കാരണം ഇത്രയും ഇതായിട്ടിരിക്കുന്നു. നമുക്ക് സ്വർണ്ണം അങ്ങനെ ഇത് അറിയത്തില്ല. എന്നാൽ ഇതിനകത്ത് ഇതുണ്ട്, എഴുതിയിട്ടുണ്ട്. നിങ്ങളെ തന്നെ കിട്ടിയത് കാര്യമായില്ലേ? അതെ. വേറെ ആക്രിക്കാരായില്ലായിരുന്നെങ്കിലോ? അതെ, ആക്രിക്കാരാന്ന് അവര് കൊടുക്കത്തില്ല. ചിലപ്പം കൊടുക്കുന്നവരും കാണും, കൊടുക്കാത്തവരും കാണും. അന്യ സംസ്ഥാനത്ത് വരുന്ന ആക്രിക്കാരായിരുന്നു എന്ത് ചെയ്താനെ? ഇല്ലേ? എന്തായാലും കൃത്യമായി നിങ്ങളുടെ കയ്യിൽ തന്നെ കിട്ടിയില്ലേ? അപ്പോഴേ സാറ് ആണ്ടി സിറ്റ് ഔട്ട് ഇരിപ്പുണ്ടല്ലോ. നോക്കുന്നില്ല, സാറൊന്നും അറിയുന്നില്ല. സാറ് അറിയുന്നില്ല. ചേച്ചിമാരോടും 2 പേരോടും പറയല്ലോ, ഒരാളല്ല 2 പേരും കൂടെ നിന്നതുകൊണ്ടല്ലേ. അവർക്ക് വേണമെങ്കിൽ അത് കൊണ്ടുപോകാമായിരുന്നു. തീർച്ചയായിട്ടും അത് പെട്ടെന്ന് തന്നെ അവര് കണ്ടപ്പോ തന്നെ നമ്മളെ ഏൽപ്പിച്ചു. സന്തോഷമായി. പ്ലാസ്റ്റിക് ഇറക്കിയപ്പം കിട്ടിയ 2 പവന്റെ മാല ഇതാണ്. അത് ഞങ്ങള് തിരിച്ചു കൊടുക്കും. സന്തോഷമായോ? സന്തോഷമായി, ഒരുപാട് സന്തോഷമായി. തീർച്ചയായും എന്റെ സഹോദരിമാര് അന്നേരം ഈ നല്ല ഒരു പ്രവൃത്തി ചെയ്തതിന് പത്തനാപുരം ഗ്രാമപഞ്ചായത്തിന്റെ പ്രത്യേകമായ അഭിനന്ദനം ആദ്യമായി അറിയിക്കുകയാണ്. തീർച്ചയായും വരും ദിവസങ്ങളിൽ നമ്മുടെ പത്തനാപുരം പഞ്ചായത്തിന്റെ ഹരിതകർമ്മസേനയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാ സഹോദരിമാരും ഇതുപോലെയുള്ള മാതൃകാപരമായ പ്രവർത്തനം ചെയ്യുന്നതിന് വളരെയധികം നന്ദിയാണ് അറിയിക്കാൻ വേണ്ടിയുള്ളത്. അന്നേരം ഇവർക്ക് പ്രത്യേകമായ പത്തനാപുരം ഗ്രാമപഞ്ചായത്തിന്റെ അഭിനന്ദനവും കൂടി അറിയിക്കുക. എന്റെ സ്വന്തം സഹോദരിമാര് തന്നെയാണ് ഇവര്. ഇപ്പൊ അത് മഞ്ചള്ളൂരിന്റെ എൻ്റെ ഏറ്റവും വലുതായിട്ട് എനിക്ക് തന്നെയാണ് ഏറ്റവും വലിയ എൻ്റെ അഭിമാനമായി മാറിയിരിക്കുകയാണ് പത്തനാപുരം പഞ്ചായത്തിൽ ഈ 2 സഹോദരിമാർ ചെയ്ത ഈ പ്രവൃത്തി. കാര്യം ആരായിരുന്നാലും ഇത് ആർക്ക് വേണമെങ്കിലും ഇത് എടുത്തുകൊണ്ട് പോകാം. ഇവർക്ക് തന്നെ വേണമെങ്കിലും ഇത് ആരും അറിയത്തില്ല. ആ പ്ലാസ്റ്റിക് പറക്കുന്ന കൂട്ടത്തിൽ അതെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ച വീട്ടുകാരും അറിയുന്നില്ല. അവർ ഇതിൻ്റെ കൂടെ ആ വേസ്റ്റിൻ്റെ കൂടെ എന്തായാലും സ്വർണ്ണം എടുത്തിടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ എനിക്ക് ഇവരെക്കാൾ കൂടുതൽ അഭിമാനം എനിക്കാണ്. കാര്യം എൻ്റെ ഈ വാർഡിലെ തന്നെ ഒരു മുത്തുമണികളായിട്ട് മാറിയിരിക്കുകയാണ് എൻ്റെ ഈ 2 സഹോദരിമാരും. അതിൻ്റെ പ്രത്യേകമായിട്ടുള്ള ആശംസകൾ അവർക്ക് ഞാൻ അറിയിക്കുകയാണ്. പൂർണ്ണമായിട്ടുള്ള നന്ദി വാർഡിൻ്റെ കൂടെ ഇവരെ 2 പേരെയും ഞാൻ അറിയിച്ചു.